15 രൂപ, 100 രൂപ, 60 രൂപ, 25 രൂപ, 40 രൂപ, 35 രൂപ, 50. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഞ്ചൽ വെയിങ്സ് അജി ചോയ്സ്. നിങ്ങൾ ഇന്ന് ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഈ ടേപ്പ് കഴുത്തിന് ചുറ്റും ഇങ്ങനെ ചുറ്റിയിട്ടേക്കണേന്ന്. വേറെ ഒന്നിനുമല്ല, ഇന്ന് ഒരു പുതിയ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ഈ ചേച്ചി ഡൈ മുക്കിക്കൊണ്ട് സാരിയും കൊണ്ട് വരും, ചിലപ്പോൾ ഈ ചേച്ചി ടിപ്സും കൊണ്ട് വരും, ചിലപ്പോൾ വേറെ എന്തോ മഞ്ഞളൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നു. വേറെ ഒന്നിനുമല്ല, നമ്മൾ ബേസിക്കലി ഡാൻസ് വീഡിയോസ് ചെയ്യുമ്പോൾ ഡാൻസ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത്രയും പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രമേ ഡാൻസ് വീഡിയോസ് റെഫർ ചെയ്യാറുള്ളൂ. അപ്പം എൻ്റെ ഒരു ഇൻറ്റൻഷൻ, എല്ലാ വീട്ടമ്മമാരും സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നിങ്ങളൊരു ഡാൻസർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡാൻസ് സ്റ്റെപ്സ് പഠിക്കാം, ഡാൻസ് കൊറിയോഗ്രാഫി ഞാൻ ചെയ്തിരിക്കുന്നത് പഠിച്ചെടുക്കാം. അത് കൂടാണ്ട് ഇനി വേറെ ഞാൻ ഇട്ടിട്ടുണ്ട് സാരി ഡൈ വീഡിയോ. ഇതൊക്കെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്ന് വീട്ടമ്മമാർക്ക് വേണ്ടി വീട്ടിലിരുന്ന് തന്നെ നമുക്ക് മണി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇന്ന് കാണിക്കാൻ പോണത്. നമ്മളെല്ലാവരും നിത്യം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് തലയിൽ കെട്ടുന്ന ബാൻഡ്, അതായത് ക്രഞ്ചീസ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആസ് എ ബ്ലെസ്സിങ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രഞ്ചീസ് ആണ്, അതായത് മുടി കെട്ടുന്ന ബാൻഡ്. നമ്മൾ കടയിൽ പോകുവാണെങ്കിൽ ഒരു ബാൻഡിന് എനിക്ക് തോന്നുന്ന 50 റുപ്പീസാണ് സ്റ്റാർട്ടിങ്, അതായത് നല്ലൊരു ബാൻഡിന്. പക്ഷേ ഈ 50 റുപ്പീസ് നമുക്ക് ലാഭിക്കാം. എങ്ങനെയാണെന്നല്ലേ? അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് ഒരു സാറ്റേണിൻ്റെ തുണിയും ഒരു ക്രേപ്പ് തുണിയാണ്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഫ്രഷ് പീസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കടയിൽ കട്ട് പീസ് എന്ന് പറഞ്ഞ് മാറ്റിയിടുന്ന തുണികളാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനോട് തന്നെ മാച്ച് ചെയ്ത് നിൽക്കുന്ന ക്രഞ്ചീസ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഏത് തയ്യൽക്കടയിലാണോ നിങ്ങളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ എവിടെയാണോ തയ്ക്കുന്നത് അതിൻ്റെ മിച്ചം സഫിഷ്യൻ്റ് ഓഫ് തുണി വരും. അത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ ക്രഞ്ചീസ് ആക്കും. മെത്തേഡ് എല്ലാം സെയിം തന്നെ. പിന്നെ സാറ്റൻ്റെ ഈ ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടൂല. അപ്പം ഈ സാറ്റൺ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ഫങ്ഷൻസിന് വരുമ്പം നിങ്ങൾ ഈ മേടിക്കുന്ന സാറ്റൻ്റെ തുണി മിച്ചമുണ്ടെങ്കിൽ അത് തയ്യൽക്കടയിൽ കൊടുത്ത് വേസ്റ്റ് ആക്കൽ ദയവ് ചെയ്ത് അത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരണം. ഇനി നമ്മൾ ഇത് എന്തോരം വേണം എന്നുള്ളത് മെഷർ ചെയ്യാൻ പോകും. ഇവിടെ ഞാൻ എടുക്കുന്നത് ഒരു 26 ഇഞ്ചാണ്. ഓക്കെ, നമുക്കൊരു 26 ഇഞ്ച് ലെങ്ത്ത് മതി. ഞാൻ ഈ മാർക്കറും കൊണ്ട് മാർക്ക് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ചോക്ക് എൻ്റെ തീർന്നു പോയി ഗൈസ്. നമുക്കിതിൻ്റെ വിഡ്ത്ത് ഒരു 5 ഇഞ്ച് വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഞാനിതിനെ അങ്ങ് മടക്കിയേക്കാം. നമ്മൾ ഇവിടുന്ന് വെട്ടാൻ പോവുകയാണ്. ഞാനിത് മുഴുവനും ക്രഞ്ചീസ് ആക്കാനാണ്. ബിക്കോസ് എൻ്റെ വീട്ടിൽ 2 പെൺമക്കൾ, അതായത് ആദ്യത്തെ പെൺകൊച്ചു ഞാൻ, രണ്ടാമത്തത് എൻ്റെ മകൾ. മൂത്ത കുട്ടി ഇളയം കുട്ടി. മൂത്ത കുട്ടിക്കും ഇളയ കുട്ടിക്കും കൂടെ മെറ്റീരിയൽ തികയണമല്ലോ. അപ്പം ഞങ്ങളെല്ലാം അടിയായിരിക്കും. സോ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നമുക്ക് തയ്ക്കാൻ പോകാം. അപ്പം നമ്മൾ കുറേ നേരം പണിതതിന് ശേഷം നമുക്ക് 1 2 3 4 5 6 ക്രഞ്ചീസിനുള്ള വെട്ടി കിട്ടിയിട്ടുള്ള ഒരു ഫാമിലി പാക്ക് തന്നെ ആയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മെറ്റീരിയൽ മിച്ചമുണ്ട്. ഈ മെറ്റീരിയൽ കുറച്ച് മിച്ചം വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ബോ ഉണ്ടാക്കാം. അതായത് പെൺകുട്ടികൾക്കാവുമ്പോൾ നമുക്ക് ഒരു ബോ ഒക്കെ ഉണ്ടാക്കി നല്ല ഡെക്കറേറ്റീവായിട്ട് വെക്കാം. ഈ ബോന് വേണ്ടി ഞാൻ എടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു 10 ഇഞ്ച് ലെങ്ത്തും പിന്നെ ഒരു 6 ഇഞ്ച് ഇതിൻ്റെ വിഡ്ത്തും. ഓക്കെ, അപ്പം നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് ലെങ്ത്തും 6 ഇഞ്ച് അതിൻ്റെ വിഡ്ത്തും.
സോ നമ്മളിത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫോൾഡിങ് പാറ്റേൺ ഒന്ന് കാണിക്കാം. ആദ്യം ഇങ്ങോട്ട് മടക്കണം, പിന്നെ ഇതിങ്ങോട്ട്, ഓക്കെ, പിന്നെ ഇതകത്തേക്ക്, ഇതും അകത്തേക്ക് എന്ന് പറയുമ്പം ഇത് ഈ സെൻറ്റർ പൊസിഷനായിട്ട് നിൽക്കണേ. ഓക്കെ, ഇതിപ്പം മടക്കിയാൽ നമ്മളിങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പം നമുക്കൊരു മുട്ടുസൂചി വേണേൽ കുത്താം. അതല്ലാണ്ട് നമുക്ക് ഈ പാറ്റേൺ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് അയൺ ചെയ്യാം. അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ ഇരുന്നതിന് ശേഷം ഞാനിപ്പോൾ റഫായിട്ട് കാണിക്കുവാണ്. ഇതുപോലെ ഇടുന്നതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് പ്ലീറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പിടിക്കുക. സി, എന്നിട്ട് ചെറിയൊരു നൂല് സൂചി എടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സോ കണ്ടില്ലേ, ഇനി നമുക്ക് ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. ഞാൻ 2 ദിവസം എടുത്താണ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ ഫുൾ എടുത്ത് അത് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ചാൽ തയ്ക്കാൻ പോയപ്പം എൻ്റെ തയ്യൽ മെഷീൻ്റെ സൂചി ഒടിഞ്ഞു പോയി. പിന്നെ എനിക്കത് മേടിക്കാൻ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയലും കൂടി മേടിച്ചു. ഇനിയിപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് ഷോർട്ടായിട്ട് ഇതൊന്ന് പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഓർഗൻസയിൽ ബോ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്ലവർ മേടിച്ച് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് സാറ്റേണിൻ്റെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ കടകളിൽ റേറ്റ് കൂടുതലാണ്. സോ ഇത് കോട്ടണിൽ സിമ്പിളായിട്ട് ബോ കൊടുത്തിട്ടുണ്ട്. ഇത് കോട്ടൺ സിൽക്ക് ഷിഫോണിൻ്റെ എന്തോ ഒരു മെറ്റീരിയൽ, ഒരു ഷൈനി നല്ലൊരു മെറ്റീരിയലാണ്. നമുക്ക് ലൈക്ക് വെഡിങ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാം. പിന്നെ അത് പല പാറ്റേൺ, കുട്ടി ബോ, നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ മുടിക്ക് കെട്ടാൻ പറ്റുന്നപ്പോൾ. പിന്നെ ഈ കൂടെ കുറച്ച് ക്ലിപ്സ്, ഇത് നമ്മുടെ സാധാ ടിക് ടാക് ക്ലിപ്പിൻ്റെ മേളിൽ നമ്മൾ ഗമ്മ് വെച്ച് ഈ ബോ ഉണ്ടാക്കി സെറ്റ്. കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇങ്ങനെ 2 സൈഡിൽ കുത്തി നടക്കാൻ നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ട് ഭയങ്കര ക്യൂട്ടാണ്. അപ്പം ഇത് കണ്ടോ, ഇതും ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ. പിന്നെ ഇതുകൊണ്ട് ഇനി എനിക്ക് ഉണ്ടാക്കാനിരിക്കുന്നുണ്ട്. നമുക്കൊരു മെറ്റീരിയലും കൊണ്ട് എന്തോരം ഉണ്ടാക്കാമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കിട്ടുന്ന മെറ്റീരിയൽസ് വേസ്റ്റ് ആക്കൽ, വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനം കണ്ടെത്താം. അത് നമ്മൾ സ്ത്രീകളെ കൊണ്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ പുതിയ ഐഡിയാസും ക്രിയേറ്റിവിറ്റിയുമായിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.